ഇത്തവണ 10ാം ക്ലാസ്സിലെ പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ മത്സരബുദ്ധിയോടെ പ്രാദേശികമായി കൊണ്ടാടിയിരുന്ന ഫ്ലെക്സ് മഹോത്സവം അത് അധികം കണ്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ക്ലാസ്സുകളുടെയും സ്കൂളുകളുടെയും പൊതു പ്രസ്ഥാനങ്ങളുടെയും മത്സരബുദ്ധിയോടെയുള്ള ഫ്ലെക്സുകൾ നാട്ടിലെങ്ങും കാണാറുണ്ടായിരുന്നു. ഇക്കുറി എന്തോ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. കേരള സിലബസിൽ മുഴുവൻ A+ കിട്ടുന്നത് ഒരു സാധാരണ കാര്യമായി മാറിയതുകൊണ്ടായിരിക്കണം പണ്ട് കാലങ്ങളിൽ 6 വിഷയത്തിനും 60 മാർക്ക് വീതം 360 മാർക്ക് ലഭിച്ച ഫസ്റ്റ് ക്ലാസ് ലഭിക്കുകയും പത്രത്തിൽ വരുന്ന റിസൾട്ടിനോടൊപ്പം നക്ഷത്ര ചിഹ്നം കാണുകയും ചെയ്യുമായിരുന്നു. അതൊക്കെ ഒരു ഹരമായിരുന്നു. ഇന്ന് താരാവതത്തിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ കാണുന്നതുകൊണ്ടാകാം കുട്ടികളുടെ ആവേശം തന്നെ കുറഞ്ഞുപോയത്. ഒരു കാലത്ത് വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്നു നിന്നിരുന്ന ഈ കൊച്ചു കേരളത്തിൻ്റെ ഇന്നത്തെ മൂല്യച്യുതിക്ക് ആരാണ് കാരണക്കാർ? ചിന്തിക്കണം. എന്താണ് ഇതിനൊരു പ്രതിവിധി? ഇത് തുടരണമോ? ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? കേരളത്തിലെ സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചവർ പോലും ഒരു കാലത്ത് നല്ല ജ്ഞാനമുള്ളവരായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതാണ്. PSCയുടെ കഠിനമായ ചോദ്യാവലിയെ സധൈര്യം നേരിട്ട് റാങ്കോടെ ഉദ്യോഗം നേടിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ മേലുദ്യോഗസ്ഥന് ലീവ് ലെറ്റർ നൽകിയ ഒരു സംഭവം ഓർമ്മ വരുന്നു. ആ ലെറ്ററിൻ്റെ ഒടുവിൽ മേൽ വിവരിച്ച സാഹചര്യത്തിൽ എനിക്ക് ലൈവ് തന്ന് സഹായിക്കണമെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ എഴുതി ഒപ്പിട്ടത്. സഹൃദയനായ മേലുദ്യോഗസ്ഥൻ ഇത് കണ്ട ഉടനെ ഇതിന് തനിക്ക് അവകാശമില്ലെന്നും ബ്രഹ്മാവിന് മാത്രം അവകാശമുള്ള ഏരിയയിൽ താൻ കൈകടത്തിയാൽ ശരിയാകില്ലെന്നും കുറിപ്പെഴുതി. മേലുദ്യോഗസ്ഥൻ CBSE ആയിരുന്നു എന്നാണ് കരുതുന്നത്. CBSE സ്കൂളിലായിരിക്കും പഠിച്ചത്. 1970കളിൽ കേരളം ഭരിച്ചിരുന്നവർ തുടങ്ങിവെച്ച മാറ്റമാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇന്നും തുടരുന്നത്. അത് 2 തലമുറയെയാണ് നശിപ്പിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ. തുടക്കം ചെറിയ ക്ലാസ്സുകളിലായിരുന്നു. ഓൾ പ്രൊമോഷൻ എന്ന ഓമന പേരിട്ട് തുടങ്ങിയ കലാപരിപാടി ഇന്ന് 50 വർഷം കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും A+ മാർക്കോടെ ജയിക്കുന്ന അവസ്ഥയിലാണ്. വർഷം തോറും വിദ്യാഭ്യാസ മന്ത്രിമാർ പരസ്പരം മത്സരിക്കുകയാണ് തൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ചതെന്ന് കാണിക്കാൻ. ഈ വർഷത്തെ വിജയശതമാനം 99.69%. അതായത് പരീക്ഷാ ദിവസം പനി പിടിച്ച് കിടന്നവനും അമ്മായിയുടെ മോൻ്റെ കല്യാണത്തിന് പോയവനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പരീക്ഷാ ഹാളിൽ എത്താത്തവനും അവർ മാത്രമേ ഇതിൽ ജയിക്കാതെയുള്ളൂ. 1957 ഇത് വെറും 45% എന്ന് പറയുമ്പോൾ കാര്യഗൗരവം മനസ്സിലാവുമല്ലോ. SLC പരീക്ഷയ്ക്ക് ഫീസ് അടച്ചവർ എന്ന മാനദണ്ഡം മാറ്റി മുഴുവൻ പരീക്ഷയും എഴുതിയവർ എന്ന മാനദണ്ഡം കൊണ്ടുവന്നാൽ 100% വിജയഫലം അടുത്ത വർഷം നമുക്ക് സാധ്യമാക്കാം. കുറച്ച് നാൾ മുമ്പ്, അതായത് മലയാളത്തിൽ സ്ത്രീപീഡനം എന്ന വാക്ക് ബലാത്സംഗത്തിന് പകരമായി കണ്ടുപിടിച്ച വർഷം, 10ാം തരം പരീക്ഷയിൽ കുമാരനാശാൻ, വാസവദത്ത, ഉപഗുപ്തൻ എന്നിവർ ആരാണെന്ന്, അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സ്വന്തം വാക്യത്തിൽ ഒരു പേജിൽ കുറയാതെ ഉപന്യാസിക്കുക എന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. അത് 8 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. സരസനായ ഒരു വിദ്യാർത്ഥി അതിന് വ്യക്തവും വടിവത്തതുമായ ഭാഷയിൽ എഴുതിയ ഉപന്യാസത്തിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: നാട്ടിലെല്ലാവരും ആശാൻ എന്ന് വിളിക്കുന്ന കുമാരൻ എന്ന കശ്മലൻ വാസവദത്ത എന്ന കൊച്ചു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപഗുപ്തൻ എന്ന സ്വാധീനനായ മനുഷ്യൻ അത് കാണുകയും വാസവദത്തയെ കുമാരനാശാനിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് കണ്ട ഉത്തരവാദിത്തപ്പെട്ട മാർക്കിടുന്ന ആൾ ഇതിന് പകുതി മാർക്ക് അങ്ങ് നൽകി. കരുണയുടെ കർത്താവ് ആരാണ് എന്ന 2 മാർക്കിൻ്റെ ചോദ്യത്തിന് ആശാന് പകരം വള്ളത്തോൾ എന്നെഴുതിയ മിടുക്കന് പകുതി മാർക്ക് കൊടുക്കാൻ ഉത്തരവിട്ടത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയാണ്. ആധുനിക കവിത്രയങ്ങളിൽപ്പെട്ട ഒരാളുടെ പേര് പറഞ്ഞല്ലോ എന്നാണ് ബേബി അതിന് കാരണം പറഞ്ഞത്. ഇന്ന് ഇൻറ്റേണൽ മാർക്കായി 20 കിട്ടുന്നതിന് പുറമെ ഇതുപോലെ പൊട്ടത്തരങ്ങളൊക്കെ എഴുതി കൂട്ടി വാങ്ങുന്ന 4-5 മാർക്ക് കൂടി കിട്ടിയാൽ കുട്ടി ജയിച്ചു. എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്? ഇതിനൊരു മാറ്റം വരേണ്ടതല്ലേ? അതോ ഒന്നിനും കൊള്ളാത്ത അക്ഷരാഭ്യാസമില്ലാത്ത പേരെഴുതി ഒപ്പിടാൻ പോലും അറിയാത്ത ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കണമോ? ഇവിടെ സ്കൂളുകളിൽ പഠിക്കാൻ കുട്ടികളില്ല. കോടികൾ മുടക്കി പണിത കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ല. എല്ലാവരും വിദേശത്തേക്ക് കുടിയേറുകയാണ്. ഒരു തലമുറ കൂടി കഴിഞ്ഞാൽ ഇവിടെ മണ്ടന്മാരുടെ ആവാസ കേന്ദ്രമായി മാറും, ഒരു സംശയവുമില്ല. മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് സിന്ദാബാദ് വിളിക്കാൻ യുവതലമുറയെ ആവശ്യമുണ്ട്. അവർ ഇവരുടെ കൂമ്പ് കരിച്ചു കളയുകയാണ്. ഇതിനാണ് DPEP എന്നെല്ലാം ഓമന പേരിട്ട് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. കേരളം നശിക്കുകയാണ്. സവർണർ മാത്രമല്ല അവർണരായ ജനവും എഴുത്തും വായനയും അറിഞ്ഞിരിക്കണമെന്ന ഉദ്ദേശത്തോടെ പള്ളിക്കൊപ്പം പള്ളിക്കൂടം കൂടി തുടങ്ങിയ ക്രാന്തദർശിയായ പരുമല തിരുമേനിയും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും ശ്രീനാരായണ ഗുരുവൊന്നും ഇതുപോലെ ഒരു മൂല്യച്യുതി സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല.
970 തുടക്കമിട്ട ഓൾ പ്രൊമോഷൻ 10ാം തരത്തിൽ എത്തിച്ചത് TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ്. അന്നും 10ൽ മുഴുവൻ പേരെയും ജയിപ്പിച്ചിരുന്നില്ല. പിന്നീട് മന്ത്രിമാർ തമ്മിൽ മത്സരമായിരുന്നു. ഇപ്പോൾ സമ്പൂർണ്ണമായി. ഇതിൻ്റെ പരിണതഫലം വലുതാണ്. അടുത്ത തലമുറ വലിയ വില കൊടുക്കേണ്ടി വരും. അത് മനസ്സിലാക്കണമെങ്കിൽ തലസ്ഥാന നഗരമായ ഡൽഹിയിലെ സർവകലാശാലകളുടെ ചില പുതിയ തീരുമാനങ്ങൾ കാണണം. പണ്ട് നല്ല മാർക്കുണ്ടായിരുന്നുവെങ്കിൽ അവിടെ നല്ല കോളേജുകളിൽ അഡ്മിഷൻ ലഭ്യമാകുമായിരുന്നു. കേരളത്തിലെ നിലവാരം തകർന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെപ്പറ്റി അവിടെ എല്ലാ പത്രങ്ങളും പലവട്ടം എഴുതി. ഒടുവിൽ എല്ലാ സർവകലാശാലകളിലും എൻട്രൻസ് ആക്കി. അതോടെ കേരളത്തിൽ നിന്നുള്ള ഒറ്റ A+കാരനും അഡ്മിഷൻ കിട്ടാതായി. മലയാളി ഇത് തിരിച്ചറിയണം. ഉൾക്കട്ടിയില്ലാത്ത പാഠ്യഭാഗങ്ങൾ പഠിപ്പിക്കാതെ നല്ല നിലവാരമുള്ള പാഠ്യഭാഗങ്ങൾ പഠിപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടണം. ഇനി വരുന്ന തലമുറയെങ്കിലും നമ്മൾക്ക് രക്ഷിച്ചെടുക്കണം. ഇവിടെ നല്ല നിലവാരത്തിൽ വിദ്യ പകർന്നിരുന്ന പരുമല തിരുമേനിയുടെയും ചാവറ അച്ഛൻ്റെ പിൻഗാമികളും ഇപ്പോൾ ഒഴുക്കിനൊപ്പം നീന്തുകയാണ്. ഇത് ശരിയല്ല. മർത്യന് നേർവഴി കാണിക്കേണ്ടവർ പോലും ഒഴുക്കിനെതിരെ നീന്താൻ മടിക്കുന്നത് ഒരു സമൂഹത്തോട് കാണിക്കുന്ന അനീതിയാണ്. അല്ല എങ്കിൽ വെല്ലുവിളിയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പാഠ്യപദ്ധതി? എന്തിനാണ് ഇങ്ങനെ ഒരു മാർക്ക്ദാന ചടങ്ങ്? ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന ബോധം അധ്യാപകർക്കും അവരെ നയിക്കുന്നവർക്കും വേണം. വാങ്ങുന്ന ശമ്പളത്തോട് 10% കൂറ് പുലർത്തണം. പഠിക്കാത്തവർക്ക് മാർക്ക് നൽകരുത്. ഇനിയെങ്കിലും കുറച്ച് പേര് തോറ്റു പഠിക്കട്ടെ. എന്നാലേ താഴ്ന്ന ക്ലാസ്സുകളിൽ കുട്ടികളുടെ കുറവിൽ ഡിവിഷൻ ഫോൾ ഇല്ലാതെ വരികയുള്ളൂ. സന്ദേശം എന്ന സിനിമയിൽ ഹിന്ദിക്കാരനായി വന്ന ഇന്നസെൻ്റ് പറഞ്ഞതുപോലെ സമ്പൂർണ്ണ ചാച്ചരത ഉല്ലുക്ക പട്ട.